വസന്ത്, ഇതിന് ഇന്നത്തെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ഔട്ട്കം, ഫലം എന്താണ്, പ്രതിപക്ഷം എന്ത് നേടി എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ പലതായി സ്പ്ലിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ഒന്നാമത്തെ പ്രശ്നം ADGPക്ക് നേരെയുള്ള നടപടി. ഈ വിഷയത്തിൽ എടുത്ത നടപടികൾ, അന്വേഷണം നടത്തി എടുത്ത നടപടികൾ സർക്കാരിന് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചെലവിൽ ജനങ്ങളോട് പറയാനായില്ലേ എന്നുള്ളതല്ലേ വളരെ പ്രധാനപ്പെട്ട. അതിൽ വളരെ വളരെ ഫലപ്രദമായി ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെ കുരുക്കാനേ കഴിഞ്ഞിട്ടില്ല. തെളിവ് എന്നൊരു പരാമർശം ഇൻ്റലിജൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. അവിടെയും ഈ മുമ്പ് പറഞ്ഞതുപോലെ നിയമമന്ത്രി അടക്കം, പാർലമെൻ്ററി കാര്യമന്ത്രിയാണ് മറുപടി പറഞ്ഞത്. നിയമമന്ത്രി P. രാജീവ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ തെളിവ് സഭയിൽ ഹാജരാക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടില്ല എന്ന് സർക്കാർ വിശദീകരിക്കുമ്പോഴും തെളിവുണ്ട് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് തന്നെ അതിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ പിന്നോട്ട് പോകേണ്ടി വന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ചെലവിൽ സർക്കാർ ചെയ്ത കാര്യങ്ങൾ, അന്വേഷണം നടത്തി ചിട്ടയായി ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയാനായില്ലേ? അല്ല ശരത്, നോക്കൂ, ഇപ്പൊ സർക്കാർ അങ്ങനെ ഒരു അന്വേഷണം നടത്തി, എന്നിട്ട് നിങ്ങളുടെ ADGPയുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നിരിക്കട്ടെ, പിന്നെ എന്തിനാണ് നടപടി സ്വീകരിച്ചത്? ഇനി ADGPയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി എന്നിരിക്കട്ടെ, അത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് വേണമായിരുന്നോ സർവ സന്നാധിപനായ സുപ്രീം യാസ്കിനായ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് തന്റെ കീഴിലെ രണ്ടാമത്തെ പോലീസ് സേനയിലെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ, തന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായ ഒരാൾ RSSന്റെ ദേശീയ ഉപാധ്യക്ഷൻ ഹൊസബുള്ളയെ കാണാൻ പോയി എന്നതറിയാൻ 1 വർഷം കഴിഞ്ഞ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം. 2, ശ്രീ MJയുടെ ഒരു പ്രധാനപ്പെട്ട വാദം ഞാൻ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്? മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് ഹിന്ദു തിരുത്തിയല്ലോ, പിന്നീട് എന്തിനാണ് ആ സ്റ്റേറ്റ്മെന്റിന് പുറകെ നിങ്ങൾ പിടിച്ചു തൂങ്ങുന്നത്? ഹിന്ദു എന്താണ് തിരുത്ത് നടത്തിയത്? ഹിന്ദു പറഞ്ഞത് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തിയിരുന്നില്ല. അപ്പോ ഹിന്ദു സ്വമേധയാ ആ പരാമർശം നടത്തിയെന്നാണോ ഹിന്ദു പറയുന്നത്? അല്ല, ഹിന്ദു പറയുന്നത് ഇതാ ഇങ്ങനെ ഒരു ഏജൻസി, ആ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഓഫർ ചെയ്തു, ഞങ്ങളെ സമീപിച്ചു. മുഖ്യമന്ത്രിയെ ഞങ്ങൾ സമീപിക്കുകയല്ല, ഞങ്ങളെ ആ ഏജൻസി സമീപിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന് ശേഷം ആ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെന്ന് വിശ്വസിപ്പിച്ച 2 പേർ, അതിലൊന്ന് മുൻ ആലപ്പുഴ MLAയുടെ, അത് CPM MLAയുടെ മകൻ കൂടിയാണ്. ഞങ്ങൾക്ക് ഒരു കുറിപ്പടി നൽകുന്നു, ഇതുകൂടി അതിൽ ആഡ് ചെയ്യണമെന്ന്. നോക്കൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏൽക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, ഏറ്റവും പ്രധാനപ്പെട്ട കറയായി മാറേണ്ടിയിരുന്ന ഒരു ഇന്റർവ്യൂ ആണല്ലോ അത്. നിങ്ങളുടെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. കറയായി മാറി എന്നത് ജനത്തിന് മനസ്സിലായി, പ്രതിപക്ഷത്തിന് മനസ്സിലായി. ഇനി നിങ്ങളുടെ ഭാഷയിൽ ചിന്തിച്ചാൽ പോലും അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ വെണ്മയിൽ പതിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറയാണ്. ആ കറ ഉണ്ടാക്കാൻ കാരണക്കാരായത് ഹിന്ദു അല്ല എന്ന് ഹിന്ദു പറയുന്നു. നിങ്ങളല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പ്രസ് സെക്രട്ടറി വളരെ കൃത്യമായി പറയുന്നു. അപ്പോൾ അതിന് കാരണമായത് ആരാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതിന്റെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി CPM-ന് മേലല്ലേ? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു ആക്ഷൻ ഉണ്ടായി. ആ ആക്ഷൻ നടത്തിയത് ഒരു PR ഏജൻസി ആണെന്ന് പറയുന്നു. ഈ പോയിന്റിൽ വസന്ത് പറഞ്ഞ ഞാൻ വരാം, ഈ പോയിന്റുകൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് അടുത്തയിലേക്ക് പോകാം. വസന്ത്, നിങ്ങൾ പറഞ്ഞത് വ്യക്തമായി. ഇതിലൊരു കാര്യം, ഇപ്പോൾ വസന്തിനോട് എൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന് ഇക്കാര്യങ്ങളിൽ എത്രമാത്രം സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പക്ഷേ ഈ പൊതു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, ഈ വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സഭയ്ക്ക് പുറത്ത് നടത്തിയിട്ടുള്ള മുൻ പ്രതികരണങ്ങളിലേക്കാണ് വസന്ത് കൂടുതലായി പോയത്.